ചെന്നൈക്ക് എല്ലാ തൊട്ടെല്ലാം പഴിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ്. ഈ തല ധോണി ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അല്ല, ധോണി ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഇമ്പാക്ട് സബായിട്ടല്ലേ ഇറങ്ങുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. അപ്പൊ ധോണി ഉണ്ടെന്നുണ്ടെങ്കിൽ മത്സരം നിയന്ത്രിക്കാൻ ഒരു 7-8 ബാറ്റിംഗ് ഇറങ്ങുമായിരിക്കും. പക്ഷെ തല നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സ്റ്റെമ്പിന് മുന്നിൽ നിൽക്കുന്നതിനെക്കാട്ടിലും പിന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കണ്ടത്. ഈ കുൽദീപ് യാദവിനെയും അല്ലെങ്കിൽ യുസ്വേന്ദ്ര ചഹലിനെയൊക്കെ പോലുള്ള ബോളേഴ്സിനെ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്നത് ധോണി വിക്കറ്റിന് പിന്നിലുള്ള സമയത്താണ്. എങ്ങനെ യൂസ് ഏത് ബോളർ കിട്ടിയാലും യൂസ് ചെയ്യാൻ ധോണി വിക്കറ്റിന് പിന്നിലുള്ളത് കൊണ്ട് മാത്രം ഗംഭീര പ്രകടനം നടത്തിയ ഈ മൻപ്രീത് ഗോഡിയെ പോലുള്ള ബോളേഴ്സ് ഉണ്ട്. ഈശ്വർ ചന്ദ് പാണ്ഡെ ഒക്കെ അതിന് ഉദാഹരണം. ഈശ്വർ പാണ്ഡെ പക്ഷെ ധോണി ഇപ്പൊ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ധോണിയെ കൊണ്ട് ഇനി ചെന്നൈക്ക് അത്ര വലിയ പ്രയോജനം തിരിച്ചു വരുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല.